പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് ചവറയിൽ ഉജ്ജ്വല സ്വീകരണം. ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനമാക്കി കേരളത്തെ LDF സർക്കാർ മാറ്റി. ആശുപത്രികളിൽ മരുന്നില്ലാത്ത സ്ഥിതിയാക്കി. വൈദ്യുതി ബോർഡിനെയും നഷ്ടത്തിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചവറയിൽ ഉജ്ജ്വല സ്വീകരണമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് ലഭിച്ചത്. ചവറയിലെ സ്വീകരണത്തിൽ ചവറയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷൻ ചവറയുടെ ലോഗോ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പ്രകാശനം ചെയ്തു. ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനമാക്കി കേരളത്തെ LDF സർക്കാർ മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. ആശുപത്രികളിൽ മരുന്നില്ലാത്ത സ്ഥിതിയാക്കി. വൈദ്യുതി ബോർഡിനെയും നഷ്ടത്തിലാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ നെഞ്ചിലേറ്റിയുള്ള ഒരു യാത്രയാണ്. അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള ഒരു യാത്രയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഈ സർക്കാരിന്റെ ദുർഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാനും ഒരു പുതുയുഗ പിറവിക്കും വേണ്ടിയുള്ള യാത്രയാണ്. നമ്മളത് സാർത്ഥകമാക്കുക തന്നെ ചെയ്യും, സാധ്യതമാക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർത്തു തരിപ്പണമാക്കിയിട്ടാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് ഈ സർക്കാർ ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ തലയിൽ. എല്ലാ രംഗത്തും ഈ സർക്കാർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുഴപ്പങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി. 12 മാസം. അത് ഒന്നാം സ്ഥാനം പിണറായി വിജയൻ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. വിലക്കയറ്റം മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ്. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല. മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. വൈദ്യുതി ബോർഡ് ഷിബു ബേബി ജോണൊക്കെ മന്ത്രിയായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. ആ ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡിനെ ഈ LDF സർക്കാർ 50,000 കോടി രൂപയുടെ കടത്തിലാക്കി. സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, VK ശ്രീകണ്ഠൻ, NK പ്രേമചന്ദ്രൻ, കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, V ഇബ്രാഹിം MLA, ഷാനിമോൾ ഉസ്മാൻ, KC രാജൻ, ഷിബു ബേബി ജോൺ, G ദേവരാജൻ, CP ജോൺ, രാജേന്ദ്രപ്രസാദ്, വേണുഗോപാൽ, ജസ്റ്റിൻ ജോൺ, P ജെർമിയാസ്, സൈമൺ അലക്സ്, CP സുധീഷ് കുമാർ, K സുരേഷ് ബാബു, സന്തോഷ് തുപ്പാശ്ശേരി, സൂരജ് രവി, R അരുൺരാജ്, മേച്ചേഴത്ത് ഗിരീഷ് കുമാർ, R ജയകുമാർ, ചവറ ഗോപകുമാർ, കോഞ്ചേരൻ ഷംസുദ്ദീൻ, V വിഷ്ണു വിജയൻ, ഷംല നൌഷാദ്, അംബികാദേവി, S അനിൽ, ശിവലാൽ, ചക്കിനാൽ സനിൽകുമാർ, AM സാലി, പൊന്മനൻ നിശാന്ത്, MA കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.